നമസ്കാരം. പത്തനംതിട്ടയിൽ 45-കാരനെ സഹോദരപുത്രൻ ചവിട്ടിക്കൊന്നു. പത്തനംതിട്ട കോന്നി കുളത്തുമണിൽ അംബേദ്കർ ഉന്നതിയിലെ കണ്ണൻ എന്ന് വിളിക്കുന്ന അനിലാണ് മരിച്ചത്. സഹോദരപുത്രനായ സുധീഷാണ് അനിലിനെ കൊലപ്പെടുത്തിയത്. ബുധനാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം നടന്നത്. വീടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക വിവരം. ചെങ്ങറയിലാണ് അനിൽ താമസിച്ചിരുന്നത്. കുളത്തുമണ്ണിലെ കുടുംബ വീടിനോട് ചേർന്ന് പ്രതിയായ സുധീഷിന്റെ അച്ഛനും അനിലിന്റെ ജ്യേഷ്ഠനുമായ സുനിൽ നിർമ്മിച്ച വീടുണ്ടായിരുന്നു. പ്രദേശത്ത് വരുമ്പോൾ അനിൽ ഇവിടെ വന്ന് താമസിക്കാറുണ്ടായിരുന്നു. സുനിൽ ഇപ്പോൾ തമിഴ്നാട്ടിലാണ് താമസിച്ചിരുന്നത്. എന്നാൽ കൊല്ലപ്പെട്ട അനിൽ ഇവിടെ വന്ന് താമസിക്കുന്നതിനോട് സുധീഷിന് താല്പര്യമില്ലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മുൻപും ഇരുവരും തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നതായി പോലീസ് വ്യക്തമാക്കുന്നു. ബുധനാഴ്ച രാത്രി മദ്യപിച്ചെത്തിയ സുധീഷ് അനിലുമായി വീണ്ടും വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും തുടർന്ന് ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. തർക്കത്തിനിടെ പ്രതി അനിലിന്റെ നെഞ്ചിൽ ശക്തമായി ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. ദൃക്സാക്ഷിയുടെ വാക്കുകളിലേക്ക്. ഞാൻ ചോറുണ്ടോണ്ടിരിക്കുകയാണ്. താഴെ ബഹളം ഉണ്ടായിരുന്നു. ബഹളം കഴിഞ്ഞ് എൻ്റെ അനിയച്ചാരും കിണളിൽ കയറി വന്നു. അതിൻ്റെ പുറകെ ഇവനും കയറി വന്നു. അവിടെ ഭയങ്കര ചീത്തുവിളിയും ബഹളവും ആയി. ഭയങ്കര ഇതായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ചേട്ടൻ്റെ മോൻ മുടിക്കെല്ലാം അവിടെ പിടിച്ച് അങ്ങനെ മറ്റവനെ ഞാൻ പിടിച്ച് കെട്ടിയിട്ടു. സുധീഷിനെ കെട്ടിയിട്ടു. ഇവൻ എന്താ പറ്റിയെന്ന് അറിയുന്നില്ല. ഞാൻ എൻ്റെ അനിയനെ അറിയുന്നില്ല. പോലീസുകാരെ തൊട്ട് മേളത്തെ വീട്ടുകാർ വിളിച്ചു. ആ വീട്ടിലായിരിക്കാം, അല്ലാതെ നാവികണ്ടായിരിക്കും. മുടി ഇങ്ങനെ കുത്തി പിടിച്ചേക്കില്ലേ, മുടി ഒരു വളർത്തിയിട്ടുണ്ട് എൻ്റെ കൂടെ. ഇതായിരുന്നു. പിന്നെ അവനെ പിടിച്ച് ഞാൻ കെട്ടിയിട്ട് പിന്നെ അവനെ ഒരുപാട് അഴിച്ചുകൊണ്ട് പോയി. പൊടിക്കൊച്ചുണ്ടായിരുന്നു. അവനെ കൊണ്ടിട്ടിട്ട് രണ്ടാമതെന്ന് അന്നേരം സാറന്മാർ വന്ന് അവനിവിടെ വന്ന് വിഷയം ഉണ്ടാക്കുന്ന ആളല്ല. ഇവനൊന്നും പറയത്തില്ല. അവനെ പണി അവിടെ വന്ന് കിടക്കുന്നേ ഉള്ളൂ, അല്ലാതെ ഒരു ഇതില്ല. ചേട്ടൻ്റെ വീട് താഴെ താഴെ അവൻ പണിക്ക് ചെങ്ങരയിൽ നിന്ന് വന്ന് അവിടെ പണിയില്ലല്ലോ, ചെങ്ങരയിൽ നിന്ന് അവിടെ വരുമ്പോൾ അവിടെ താമസിക്കും. ഭക്ഷണമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെല്ലാം അവിടെ ഒന്നിച്ചാൽ കഴിക്കും. ഞങ്ങൾ 3 പേരേ ഉള്ളൂ ഇപ്പോൾ അവിടെ. ചേട്ടച്ചാർ ഇവിടെ ഇരിപ്പൂര, സുധീഷിൻ്റെ അച്ഛൻ, എൻ്റെ ചേട്ടനത്. അവൻ മിക്കവാറും ഇവിടെ വന്ന് അങ്ങനെ വിഷയം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അവൻ അമ്മ വെച്ചാന്ന് പറഞ്ഞുകൊണ്ട് അവനവിടെ വന്ന് ചെയ്തു വിടി. സുധീഷ് ഞങ്ങളുടെ വീടാണെന്ന് പറഞ്ഞ കഴിഞ്ഞിടെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പോകും നമ്മുടെ കൂടുതൽ. ഞാൻ അവിടെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവനെ കടം ചെയ്ത് വിളിച്ചു. എൻ്റെ അനിയനെ ഇറങ്ങിപ്പോടാൻ പറ്റാൻ വന്ന് കസാരയൊക്കെ പറക്കി താഴെ കളഞ്ഞ് അവൻ കയറി മേളിൽ വന്നു. ഞാൻ മേള മിണ്ടായിരിക്കും എൻ്റെ അനിയനോട് പറഞ്ഞു. അതുപോലുള്ള ഭാഷയായി വിളിക്കുന്നത് നാട്ടുകാരൊക്കെ. അവൻ പറഞ്ഞ് പോടാന്ന് പറഞ്ഞത്. എന്നാൽ അതിനേക്കാളും അപ്പുറത്ത് വിളിച്ച് അവനെ അടിക്കാൻ. ഗുരുതരമായി പരിക്കേറ്റ അനിലിനെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ഉടൻ തന്നെ കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നെഞ്ചിലേറ്റ ചവിട്ടിൽ വാരിയലുകളോടെയും ആന്തരിക രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്തതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രതിയായ സുധീഷിനെ കൂടൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾ മുൻപും പോക്സോ കേസ് ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകൾ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോന്നി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാൻ. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾ രാജകീയമാക്കിയ 30 വർഷങ്ങൾ ഇനി ഈ ഓണവും രാജകീയമാക്കാം. രാജകുമാരി ഗ്രൂപ്പിന്റെ 3 കോടി രൂപയുടെ ഓണസമ്മാനങ്ങൾ. 1ാം സമ്മാനം മഹീന്ദ്ര താർ റോക്സ്, കൂടാതെ 10 പേർക്ക് എൻടോക് സ്കൂട്ടറുകൾ, സ്വർണ്ണാഭരണങ്ങൾ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി വമ്പൻ സമ്മാനങ്ങൾ. ഇന്ന് തന്നെ രാജകുമാരി ഗ്രൂപ്പ് ഷോറൂമുകൾ സന്ദർശിക്കൂ. ഈ ഓണം രാജകീയമായി ആഘോഷിക്കൂ.